നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമായി മലയാളി വാർത്ത പറഞ്ഞതാണ്. ഈ മരണപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തറിയാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, ഗർഭചിത്രം അടക്കമുള്ളവ നടന്നതായുള്ള തെളിവുകളാണ് അച്ഛന് ലഭിച്ചത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും പുറത്തുവരികയാണ്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപണം ഉന്നയിച്ച എടപ്പാട് സ്വദേശിയുമായി സുഗാന്ത് സുരേഷിനെതിരെ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണ് പോലീസ് നിലവിൽ. IB ഉദ്യോഗസ്ഥനെതിരെ നിർണായക തെളിവുകൾ യുവതിയുടെ കുടുംബം കൈമാറിയിട്ടും അന്വേഷണം തുടരുകയാണ് എന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. IB ഉദ്യോഗസ്ഥ മരിച്ച 10 ദിവസം കഴിഞ്ഞിട്ടും ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞില്ല. ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും തിരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താനായില്ല എന്നും ഫോൺ ഓഫാണെന്നും പോലീസ് അറിയിച്ചിരുന്നു. യുവതിയെ അവസാനമായി ഫോണിൽ വിളിച്ചതും സുഗാന്ത് തന്നെയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 മിനിറ്റ് ഇരുവരും സംസാരിച്ചതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചതുപോലെ തന്നെ ശമ്പളത്തിന്റെ ഒരു ഭാഗം പലപ്പോഴും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നതായും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മാർച്ച് 24-ന് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. അതായത്, കഴിഞ്ഞ ദിവസം അച്ഛൻ തിരുവനന്തപുരത്തെ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പേട്ട പോലീസിനെ കാര്യം അവതരിപ്പിക്കുകയും തനിക്ക് ലഭിച്ച തെളിവുകളെല്ലാം അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഒരു ബാഗിൽ നിന്നും കിട്ടിയ തെളിവിൽ നിന്നും അദ്ദേഹം പറഞ്ഞു തന്റെ മകൾ ലൈംഗികമായി ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പേട്ട പോലീസിന് കൈമാറുകയും ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു അച്ഛൻ തന്റെ മകൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ എന്ത് തെളിവാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്? ഫോട്ടോകളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? ആശുപത്രി രേഖകളാണ് എന്ന ആദ്യ സൂചന പുറത്തു വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കാം, ഗർഭചിത്രം അടക്കമുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഇതിനിടയിൽ സംഭവിച്ചിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ആശുപത്രി ബില്ലുകളോ രേഖകളോ ആയിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക എന്ന വ്യക്തമായിരുന്നു. ഇപ്പോഴിതാ അത് അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാവുകയാണ്. ഈ 2024-ലാണ് അവസാനത്തോടു കൂടിയാണ് ഈ പ്രക്രിയ അടക്കം, ഈ ഗർഭചിത്രം അടക്കം ഈ യുവതി നടത്തിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. സത്യത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇത് ആദ്യം അറിയുന്നത്, പുറം ലോകത്ത് ആദ്യം അറിയുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. പക്ഷേ തന്റെ മകൾക്ക് അത്തരമൊരു തെറ്റ് പറ്റി എന്ന മനസ്സ് കല്ലാക്കി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതായത് അദ്ദേഹം ഒരു IT സ്കൂളിലെ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു. വളരെ 18ഉം 17ഉം പ്രായമുള്ള കുട്ടികൾ ചെയ്തു കൂട്ടുന്ന പല കുരുത്തക്കേടുകളും നേരിൽ കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്വന്തം മകളും അങ്ങനെ കുരുത്തക്കേട് കാണിച്ചു എന്ന് വളരെ ബോധ്യമായ ആ കുരുത്തക്കേടിന് കൂട്ടുനിന്ന സുഗാന്ത് എന്ന വ്യക്തിയെ പിടികൂടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനസ്സ് കല്ലാക്കിക്കൊണ്ട് അച്ഛനും അമ്മയും അങ്ങനെ പോരാടാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഒളിവിൽ കഴിയുന്ന IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വിമാനത്താവളം വഴി രാജ്യം വിടുന്നത് തടയാനാണ് നടപടി. അന്വേഷണം തൃപ്തികരമാണെന്നാണ് യുവതിയുടെ കുടുംബം പറയുന്നത് എങ്കിലും സുഗാന്തിനെതിരെ കേസെടുക്കാത്തതിൽ അതൃപ്തിയും ഉണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിനുശേഷം DGPയെ നേരിൽ കണ്ട പരാതി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ആലോചിക്കുമെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു. ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തിയത്. IB ഉദ്യോഗസ്ഥയായ യുവതി ഗർഭചിത്രം നടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. യുവതിയുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത്. യുവതി ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ്. എന്തായാലും ഇത് തമിഴ്നാട്ടിലെ ഒരു ആശുപത്രിയിലാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷെ എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. എന്തായാലും ഒരു കൂട്ടുകാരിയും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിച്ചത്. യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, CCTV ദൃശ്യത്തിലുമെല്ലാം വ്യക്തമാണ്. സുഗാന്ത് യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്നും പണം തട്ടിയെടുത്തുവെന്നും പിതാവ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. IB ഉദ്യോഗസ്ഥയും സുഗാന്തും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു. സുഗാന്തിന്റെ കുടുംബവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാരണം പറഞ്ഞ സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും യുവതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. സുഗാന്തിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോയത്. ഇതുവരെ എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ ബന്ധം തുടരുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു മാതാപിതാക്കൾ. കുറച്ചുകൂടി സമയം വേണമെന്നാണ് യുവതി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിലുള്ള
ബന്ധത്തിൽ വിള്ളൽ വീണതായും യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നുമാണ് കരുതുന്നത്. മരണ ദിവസം രാവിലെയും യുവതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉള്ളതായും പറഞ്ഞിരുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിലാണ് ചാടിയത്. ജീവൻ ഒടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് യുവതി സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടു നിന്നിട്ടുള്ളത്. ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് പോലീസ് തിരയുന്നത്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് സുഗാന്തുമായി യുവതി അടുപ്പത്തിലാവുന്നത്. സൗഹൃദം പ്രണയമായി വളർന്നതിന് പിന്നാലെയുള്ള 8 മാസ കാലയളവിൽ പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട്. അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. സുഗാന്തിനെ കാണാൻ പലവട്ടം യുവതി കൊച്ചിയിലേക്ക് പോയിരുന്നു. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് IB ഉദ്യോഗസ്ഥയായ ഈ യുവതിയാണ്. മകളുടെ മേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നതായും കുടുംബം പറയുന്നു. ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ യുവതി 1 വർഷം മുൻപാണ് എമിഗ്രേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചത്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യക്ക് കാരണക്കാരനായ സുഗാന്ത് സുരേഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പത്തനംതിട്ടക്കാരിയുടെ മരണത്തിലേക്ക് നയിച്ചത് സുഗാന്തിന്റെ ഒഴിവുകാലത്തായിരുന്നു. സാമ്പത്തികമായി സുഗാന്ത് യുവതിയെ ചൂഷണം ചെയ്തിരുന്നു. ഇതിനൊപ്പം ലൈംഗികമായും പീഡിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ IBക്ക് യുവതിയുടെ അച്ഛൻ കൈമാറിക്കഴിഞ്ഞു. അതിനിടെ തിരുവനന്തപുരത്തുകാരിയായ മറ്റൊരു യുവതിയെയും പ്രണയിച്ചതിൽ സുഗാന്ത് പ്രണയചതിയിൽ വീഴ്ത്തിയെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ കുംഭമേളയ്ക്ക് പോയ സുഗാന്ത് അവിടെയും പീഡക റോള് അണിഞ്ഞുവെന്ന വിവരമാണ് IBക്ക് കിട്ടുന്നത്. സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നും സൂചനകളുണ്ട്. എല്ലാം വിശദമായി വിലയിരുത്തി ഉടൻ തന്നെ കേസെടുക്കും. അവധി എടുത്തുപോയ സുഗാന്ത് നിലവിൽ ജോലിക്ക് പോകുന്നില്ല. ഈ സാഹചര്യത്തിൽ കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ല എന്ന കുറ്റം ചുമത്തി ഇയാളെ സർവീസിൽ നിന്നും പുറത്താക്കാൻ IB തീരുമാനിച്ചിട്ടുണ്ട്. അനധികൃത അവധിയായി കണക്കാക്കിയാകും നടപടി. പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ തന്നെ സർവീസിൽ നിന്ന് പുറത്താകാനും കഴിയും. മേഘയുടെ മരണത്തിൽ ഈ ആരോപണം വിധേയനായ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണ് എന്ന വെളിപ്പെടുത്തൽ ഉണ്ട്. സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. ഈ സമയത്തും സുഗാന്ത് നിർത്താതെ കരയുകയായിരുന്നു. പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവനെടുക്കുമെന്ന് പറയുകയും ചെയ്തു. ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധി എടുപ്പിക്കുകയും ഈ എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തിരുന്നു. വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നത് എന്ന് സുഹൃത്തുക്കൾ പറയുകയാണ്. ലീവ് എടുത്ത വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്ന് മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത്. ഇതിനിടെയാണ് കുംഭമേള കഥയടക്കം IBക്ക് കിട്ടുന്നത്.